Ashok. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. കഴിഞ്ഞ ക്ലാസ്സിലത്തെ എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ നമുക്ക്. ഓക്കെ, നമ്മള് പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT ആ ഒരു എന്താ പറയാ ചെറിയൊരു സബ് ടോപ്പിക്കാണ് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അല്ലേ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോന്നിരുന്നു. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. നമ്മുടെ എന്താ പറയാ ഇൻഫെക്ഷൻ കൂടുതൽ എന്താ പറയാ പടരാതിരിക്കാൻ വേണ്ടി, സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ കേട്ടോ. Asepsis denotes absence of disease-causing microorganism. Aseptic sterile techniques is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. Okay. എന്താ മനസ്സിലായത്? ജൂബി വർഗീസെ, എല്ലാവരും മ്യൂട്ട് ചെയ്യട്ടോ. ഞാൻ പറയുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി. ജൂബി വർഗീസെ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നേ? ഈ ഒരു പോയിന്റ് എന്താ പറയുന്നേ? ജൂബി വർഗീസ് ആ, ഒന്ന് മനസ്സിലായ കാര്യം ഒന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ആ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ വായിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മളിവിടെ രണ്ട് ടേമാണ്. ആദ്യം നിങ്ങളെ കൂടി ഞാൻ ചോദിച്ചതാണ്. രണ്ട് ടേം ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തേത് ടേം ഒന്ന് നോക്കി, നിങ്ങൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വേർഡ് നോക്കി, അസെപ്സിസ് എന്ന് പറയും. ഓക്കെ, അസെപ്സിസ് ആണ് ആദ്യത്തെ ഒരു ടേം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അസെപ്റ്റിക് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ രണ്ട് വേർഡുകളും എന്ന് നോക്കാം. ഓക്കെ, അസെപ്സിസ് എന്ന് പറഞ്ഞാല് അതായത് ഇവിടെ പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അസെപ്സിസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. അതായത് ആബ്സെൻസ് ഓഫ് ഡിസീസ്, രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവത്തെയാണ് എന്ത് പറയുന്നത്? അസെപ്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് രോഗം ഉണ്ടാക്കുന്നത് ചില സൂക്ഷ്മാണുക്കളാണല്ലോ, ചില ബാക്ടീരിയ പോലുള്ള കാര്യങ്ങളല്ലേ നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. അവയുടെ ആബ്സെൻസ്, അവ ഇല്ലാത്ത അവസ്ഥയാണ് എന്ത് പറയുന്നത്? അതായത് അണുക്കളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മള് അസെപ്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാം കേട്ടോ. ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം, അതാണ് അസെപ്സിസ്. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവത്തെയാണ് അസെപ്സിസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ എന്താണെന്ന്? ഓക്കെ, ചോദിച്ചാൽ പറയണോട്ടോ. എന്താണ് വാട്ട് ഈസ് അസെപ്സിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ആണെന്ന് അസെപ്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അസെപ്റ്റിക് സ്റ്റെറൈൽ ടെക്നിക് is a method used to avert contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. ഇനി നമുക്ക് നോക്കാം അസെപ്റ്റിക് എന്താണ്. അസെപ്റ്റിക് എന്നാൽ എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് അല്ലെ. സ്റ്റെറൈൽ എന്ന് പറയും അല്ലെ. അസെപ്റ്റിക് എന്ന് പറഞ്ഞാല് സ്റ്റെറൈൽ, അതായത് അണുവിമുക്തമായ. ഓക്കെ, അണുവിമുക്തമായ. പകർച്ചവ്യാധികളിൽ നിന്ന്
മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന രീതിയാണിത്. ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റെറൈൽ ചെയ്യുമോ അല്ലെ, എല്ലായിടത്തും എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും അല്ലെ. അതായത് ആ രോഗാണുക്കളെ എന്ത് ചെയ്യും, അവയെ തടയാൻ വേണ്ടിയിട്ട്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണത് അസെപ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. പകർച്ചവ്യാധികളിൽ നിന്ന് മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന രീതിയാണത് അസെപ്റ്റിക് എന്ന് പറയുന്നത്. കൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്താനും ഈ ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ അണുക്കളൊന്നും ഇല്ലാതിരിക്കാനായിട്ട്, ജേം ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അസെപ്റ്റിക് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്, വിച്ച് മീൻസ് സ്റ്റെറൈൽ. ഓക്കെ, അണുവിമുക്തമാക്കുക, അതാണ് അസെപ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഒന്നും കൂടി പറയാം. അസെപ്സിസ് എന്ന് പറയുന്നത് denotes absence of disease causing microorganism, അതായത് അണുക്കളൊന്നും ഇല്ലാത്ത സൂക്ഷ്മാണുക്കളുടെ അഭാവത്തെയാണ് നമ്മൾ അസെപ്സിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു അസെപ്സിസ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്താണ്, നമ്മൾ അസെപ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം അല്ലെ. സ്റ്റെറൈൽ മെത്തേഡിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി? ഡൗട്ട് ഒന്നുമില്ല? ഓക്കെ, അപ്പൊ രണ്ട് ടേമുകൾ എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഈ ഞാൻ പറഞ്ഞു പോകുമ്പോ അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാ, ഒന്ന് മലയാളത്തിൽ ഒന്ന് എഴുതി വെക്കുക, എന്താണ് അസെപ്സിസ് എന്ന് പറഞ്ഞാലും കേട്ടോ. അതുപോലെ തന്നെ അസെപ്റ്റിക് എന്ന് പറഞ്ഞാലും എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉപകാരപ്പെടും ഈ ടേമുകളൊക്കെ കേട്ടോ. മറ്റുള്ളവരൊക്കെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും അവരെന്താണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ജസ്റ്റ്. അപ്പോ ഇത്രയും പോയിന്റുകളാണ്. ആദ്യം നമ്മൾ പറഞ്ഞല്ലേ, ഓരോ ഉദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റംലയെ വെച്ചിട്ടാണ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ ഒരു പോയിന്റ് കൂടി മാത്രമേ ഉണ്ടായുള്ളൂ, അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്സ് ഓഫ് സർജറി ബീയിങ് ഡൺ. അതായത് ശസ്ത്രക്രിയയുടെ തരം, അതായത് ഓപ്പറേഷന്റെ രീതി അനുസരിച്ചിട്ട് ഓരോ ഓപ്പറേഷൻ റൂമും വ്യത്യാസപ്പെടുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ ഏതൊരു പേഷ്യൻസിനായാലും പലതരത്തിലുള്ള സർജറി ആണല്ലോ ചെയ്യുന്നത്. ഒരാൾക്ക് ചെയ്യുന്ന സർജറി ആയിരിക്കില്ല വേറൊരാൾക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഓപ്പറേഷന്റെ രീതി അനുസരിച്ച്, മീൻസ് സർജറിയുടെ രീതി അനുസരിച്ച് എന്ത് വ്യത്യാസപ്പെടുന്നു, ഓപ്പറേഷൻ റൂമുകളും വ്യത്യാസപ്പെടുന്നു. എന്നിരുന്നാലും ചില കോമൺ ഫീച്ചേഴ്സ് എന്തുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ അഥവാ ഓപ്പറേഷൻ റൂമിനുണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ സംഭവമൊന്നും ഇല്ല, എളുപ്പത്തിൽ വായിച്ചെടുത്താൽ മതി, മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ ഇൻ ദ സെന്റർ ഓഫ് ദ റൂം ഷുഡ് ബി ഏബിൾ ടു റൈസ്, ലോവർ ആൻഡ് ഫിറ്റ് ഇൻ എനി ഡയറക്ഷൻ, ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. അതായത് മുറിയുടെ മധ്യഭാഗത്തായിട്ടായിരിക്കും ഓപ്പറേഷൻ തിയേറ്റർ വരിക, അല്ല ആ ടേബിൾ വരിക അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ മധ്യഭാഗത്ത് എന്തുണ്ടാവും, ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. രോഗിയെ കിടത്താൻ വേണ്ടിയിട്ട് ഒരു ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ടേബിള് നമുക്ക് ഏത് ദിശയിലേക്ക് ഉയർത്താനും അതുപോലെ തന്നെ ചരിക്കാനും ഒക്കെ കഴിയണം. താഴ്ത്താനും ചരിക്കാനും ഉയർത്താനും ഒക്കെ കഴിയണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഒരു ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, മുറിയുടെ മധ്യഭാഗത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇത് രോഗിയുടെ രീതിക്കനുസരിച്ച്, രോഗിയുടെ സർജറിയുടെ രീതി അനുസരിച്ച് ഉയർത്താനും ചരിക്കാനും താഴ്ത്താനും കഴിയണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, the operating room lamps allow for brilliant illumination without a shadow in the case of surgery. ഓപ്പറേഷൻ റൂംസ് ലാമ്പുകൾ, അതായത് അവിടെയുള്ള ബൾബും കാര്യങ്ങളൊക്കെ എന്താണ്, നിഴലുകൾ ഇല്ലാതെ, ഷാഡോസ് ഇല്ലാതെ എന്ത് ചെയ്യണം, നന്നായിട്ട് തിളങ്ങുന്നതായിരിക്കണം. ഓക്കെ, ഷാഡോന്റെ പ്രത്യേകത എന്താ? ഷാഡോ ഓപ്പറേഷൻ റൂമിൽ വന്നാൽ എന്താ ഉണ്ടാവുക? ശ്രീജ, സുജിത്തെ ഒന്ന് പറഞ്ഞേ, ഷാഡോസ് വന്നാൽ എന്ത് സംഭവിക്കും ഓപ്പറേഷൻ തിയേറ്ററിലെ? അറിയില്ലേ? ആർക്കറിയാം? എന്താ ഉണ്ടാവുക? ഷാഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, നിഴൽ വീണിട്ട് കാണാൻ പറ്റില്ല, നിഴലാണ് ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴലാണ് കേട്ടോ. ശ്രീജെ, ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴലാണ്. നിഴലാന്ന് അറിയാൻ, പക്ഷെ അതെങ്ങനെയാണ് അറിയില്ല. കാണാൻ പറ്റില്ല, കാണാൻ പറ്റത്തില്ല.
കാണാൻ പറ്റില്ല. ഓക്കെ, കാണാൻ പറ്റില്ല. നമുക്ക് എന്താണ് ഡോക്ടർമാരും അതുപോലെ മറ്റു ആളുകൾക്ക് എന്താണ് ഈ ഒരു ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഷാഡോ വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരാവണ്ണം കാണാൻ പറ്റുമോ? ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതല്ലേ, അപ്പൊ അത് കാണാൻ പറ്റില്ല. അപ്പൊ നിഴലുകൾ ഉണ്ടാകാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ അവിടെയുള്ള ബൾബുകളും കാര്യങ്ങളും എന്താണ് നന്നായിട്ട് തിളങ്ങണം, മീൻസ് നന്നായിട്ട് പ്രകാശിക്കണം, നല്ല വെട്ടം തരുന്നതായിരിക്കണം, നല്ല ലൈറ്റ് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഏത് ദിശയിലേക്ക് ഉയർത്താനും താഴ്ത്താനും ചരിക്കാനും പറ്റണം. ഓക്കെ, രണ്ടാമത്തേത് നിഴലുകൾ ഉണ്ടാവാനായിട്ട് പാടില്ല, നല്ല വെട്ടം അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം. ബ്രില്യന്റ് ഇലുമിനേഷൻ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. Okay, അതായത് രോഗിയെ വ്യത്യസ്ത മോണിറ്ററിംഗിലേക്ക് ലിങ്ക് ചെയ്യിക്കുന്നു. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് മൂവീസിലൊക്കെ, ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗി കിടക്കുമ്പോൾ രോഗിയുടെ ബോഡി പാർട്സ് എന്ത് ചെയ്യും, അതായത് രോഗിയുടെ ബോഡിയിൽ എന്ത് ചെയ്യും, അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ, ബോഡിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, മീൻസ് അയാളുടെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പൾസ് റേറ്റ്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു TV അല്ലെങ്കിൽ ഒരു മോണിറ്റർ സൈഡിൽ ഫിറ്റ് ചെയ്യും അല്ലെ. ഇത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സർജൻസ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അവര് ബോഡി പാർട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ്, അടുത്തുള്ള സ്ക്രീനും എന്ത് ചെയ്യുന്നുണ്ട്, അവര് നോക്കുന്നുണ്ട് രോഗിയുടെ ഹാർട്ട് ബീറ്റ് നോർമൽ രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, അവരുടെ ഒരു ബ്ലഡ് പ്രഷർ റേറ്റ് നോർമൽ ആയിട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താണ്, സൈഡിൽ ഒരു സ്ക്രീൻ ഫിറ്റ് ചെയ്ത് ഇരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു 3 പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? Okay. Next is a ventilator or breathing machine stands close to the head of the operating table. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in out of your lungs. അതായത് ഒരു വെന്റിലേറ്റർ അല്ലെങ്കിൽ എന്താ പറയുക, വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് അല്ലെ. അത് രോഗിയുടെ തലയോട് ചേർത്ത് എന്താണ് നിർത്തുന്നു. ഓക്കെ, അതായത് ആ ഒരു വെന്റിലേറ്റർ എപ്പോഴും എവിടെ ഉണ്ടാകും, രോഗിയുടെ തലയോട് ചേർന്ന് ആ ഒരു ടേബിളിന്റെ വശത്തായിട്ട് വെന്റിലേറ്റർ ഉണ്ടാകും. ജനറൽ അനസ്തേഷ്യ, സാധാരണ ഓപ്പറേഷനിൽ നമ്മൾ അനസ്തേഷ്യ ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട് രോഗികൾക്ക്. അങ്ങനെ കൊടുക്കുമ്പോൾ രോഗിക്ക് നോർമൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാല് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് രോഗിക്ക് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ രോഗി എന്തുപയോഗിച്ചിട്ടാണ് ശ്വസിക്കുന്നത്, വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, രോഗി ശ്വസിക്കുന്നത്. ഇത് പേഷ്യൻസില് ബ്രീത്തിങ് എന്താക്കുന്നു, എളുപ്പം ആക്കുന്നു. ഓക്കെ, രോഗിയുടെ എന്താ പറയാ, ലങ്സിലേക്ക് ഓക്സിജൻ പാസ് ചെയ്യുന്നതിന് ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് രോഗി ശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ വെന്റിലേറ്റർ എന്തായാലും മസ്റ്റ് ആണ് ഒരു ഓപ്പറേഷനില് രോഗിക്ക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ രോഗിക്ക് നോർമൽ ആയിട്ട് ഒരിക്കലും ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് രോഗിയിൽ വെന്റിലേറ്ററിന്റെ സഹായം നമ്മള് തേടുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, a germ-free instruments to be used during surgery. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അണുവിമുക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അതായത് ഓപ്പറേഷൻ നമ്മൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും നിങ്ങൾ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, അവരിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് എന്ത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗശേഷവും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യേ, അത് ക്ലീൻ ചെയ്തിരിക്കണം. അതായത് അണുവിമുക്തമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ആ സാധനം ഇപ്പൊ ഒരു കത്രിക നമ്മൾ എടുത്തു, രോഗിയിൽ അപ്ലൈ ചെയ്തു, ഓപ്പറേഷനിൽ എടുത്തതാണ് കത്രിക, സിസേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് രോഗിയുടെ ആവശ്യം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് നമ്മള്
ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം, അണുവിമുക്തമായിട്ടിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, എ ഡയാതെർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിംഗ് യൂഷ്വലി ഈസ് പ്രസന്റ്. അപ്പൊ ഒരു ഡയാതെർമി മെഷീൻ അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓപ്പറേഷന്റെ സമയത്ത്. അപ്പൊ വാട്ട് ഈസ് ഡയാതെർമി മെഷീൻ? ഡയാതെർമി മെഷീൻ എന്ന് പറഞ്ഞാല് ഇലക്ട്രിക് കറന്റ് രോഗിയുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഷോക്ക് രോഗിക്ക് കൊടുക്കുന്നു. ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെന്റൽ ഷോക്ക് അല്ലട്ടോ ഉദ്ദേശിക്കുന്നത്. ആ ഷോക്ക് വേറെ, ഈ ഷോക്ക് വേറെ. ഒരു ഇലക്ട്രിക് ഷോക്ക് ആണ് എന്ത് കൊടുക്കുന്നത്, രോഗിയിൽ കൊടുക്കുന്നത്. അതായത് ഒരു മെഷീനാണ് ഡയാതെർമി എന്ന് പറയുന്നത്. ഒരു മെഷീനാണ്, ഒരു സ്ക്വയർ പോലെ ഇരിക്കും. ഓക്കെ, അതിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പോലെ ഇരിക്കും. പിന്നീട് താഴേക്ക് എന്താണ്, ഒരു ട്യൂബ് പോലെയാണ് ഉണ്ടാവുക. പിന്നെ അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും ബോക്സ് ഒക്കെ എന്താണ് സൈഡിൽ വെച്ചിട്ടുണ്ടാകും. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, രോഗിയുടെ നെഞ്ചിന്റെ ഭാഗത്ത്, നെഞ്ച് കഴിഞ്ഞിട്ടുള്ള വയറിന്റെ ഭാഗത്ത്, ഓക്കെ, നെഞ്ചിനും വയറിനും ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ക്വയർ പോലുള്ളൊരു ആ ഒരു സംഭവം, ആ ഒരു മെഷീൻ ഫിറ്റ് ചെയ്യുന്നു. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, രോഗിക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇലക്ട്രിക് കറന്റ് രോഗിയുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യിക്കുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ, ഡീപ്പ് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടാ. രോഗിയുടെ ശരീരം ഉള്ളിലേക്ക് എന്ത് ചെയ്യാനായിട്ടാണ്, ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ യൂസസ് ഇലക്ട്രിക് കറന്റ്സ്, ഇലക്ട്രിക് കറന്റിന്റെ സഹായത്തോടു കൂടിയാണ് ഡയാതെർമി മെഷീൻ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ, ഡീപ്പ് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, രോഗിയുടെ ബോഡി ഡീപ്പായിട്ട് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇനി ഇത് ഉപയോഗിക്കുന്ന ഈ ഡയാതെർമി മെഷീൻ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പ്രധാനമായിട്ടും, ദിസ് ട്രീറ്റ്മെന്റ് ഹെൽപ്സ് റിലാക്സ് മസിൽസ് ആൻഡ് ജോയിന്റ്സ് ആൻഡ് ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ. രോഗി ഓപ്പറേഷൻ സമയത്ത് രോഗിയുടെ മസിലുകള് റിലാക്സ് ആവാനും അതുപോലെ തന്നെ ജോയിന്റുകള് റിലാക്സ് ആവാനും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ രീതിയിൽ നടക്കാനുമാണ് ഇത് കൊടുക്കുന്നത്. ഈ ഡയാതെർമി മെഷീനിലൂടെ നമ്മള് ഇലക്ട്രിക് ഷോക്ക് രോഗിയില് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? മാം ഇതിന്റെ നോട്ട് തരണേ. ഡയാതെർമി മെഷീൻ ഒന്ന് എഴുതി എടുത്തോളൂ കേട്ടോ. വാട്ട് ഈസ് എ ഡയാതെർമി മെഷീൻ? എന്താണ് ഡയാതെർമി മെഷീൻ? ആദ്യത്തെ പോയിന്റ് എഴുതാ, ഇറ്റ് പ്രൊവൈഡ് ഡീപ്പ് ഹീറ്റിംഗ്. ഓക്കെ, ഡീപ്പ് ഹീറ്റിംഗ്. ഇറ്റ് പ്രൊവൈഡ് ഡീപ്പ് ഹീറ്റിംഗ് ടു ദ പേഷ്യൻസ്. അതും കൂടി എഴുതിക്കോളൂ കേട്ടോ. ഇറ്റ് പ്രൊവൈഡ് ഡീപ്പ് ഹീറ്റിംഗ് ടു ദ പേഷ്യൻസ്. രണ്ടാമത്തെ പോയിന്റ്, യൂസസ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ, രോഗിയിൽ ഇത് അപ്ലൈ ചെയ്യും. യൂസസ് ഇലക്ട്രിക് കറന്റ്. യൂസസ് ഇലക്ട്രിക് കറന്റ്. ഓക്കെ, ഇനി ഇതിന് എന്താണ്, ഇതിന് വേണ്ടിയിട്ടാണ്, ഇതിന്റെ ആവശ്യം എന്താണെന്ന് കേട്ടോ. ദിസ് ട്രീറ്റ്മെന്റ് helps relax muscles and joints and improve മെച്ചപ്പെടുത്തുക. improve blood circulation. Okay, this treatment helps relax muscles and joints and improve blood circulation. Okay,
നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പൊ എന്താണ് ഡയാതർമി മിഷൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ്, ഇഫ് ദ സർജറി റിക്വയർസ് ഇറ്റ് a heart-lung machine or other specialized tool may be brought into the room. നമുക്ക് ഇവിടെ ഇതിനകത്ത് നിർബന്ധം പറയുന്നില്ല. രോഗിയുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഹേർട്ട് ലങ് മെഷീൻ, അതായത് എന്താ പറയാ, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഷീൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ആ രോഗിയുടെ സർജറിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടൂൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവാം. സർജറിക്ക് ആവശ്യമെങ്കിൽ മാത്രം, സർജറിക്ക് ആവശ്യമെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ടൂളുകളും കാര്യങ്ങളും എന്ത് ചെയ്യാം, ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റർ ചെയ്യിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ദ ഓപ്പറേറ്റിംഗ് റൂം വിൽ ലൈക്ലി ടു ബി കോൾഡ് ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തണുത്തതായിരിക്കണം. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൾഡ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാ അങ്ങനെ പറയുന്നേ, അതായത് ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. അതായത് അണുക്കള്, ബാക്ടീരിയാസ് ആ ഒരു അതിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു റൂം തണുത്തതായിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ഓപ്പറേഷന്റെ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഏത് ദിശയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരിക്കണം, ചരിക്കാനും താഴ്ത്താനും ഉയർത്താനും കഴിഞ്ഞിരിക്കണം. രണ്ടാമത്തേത് ഷാഡോസ് പാടില്ല, അതുപോലെ തന്നെ ബ്രില്യന്റ് ആയിട്ടുള്ള ലെമിനേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ പേഷ്യന്റിനെ മോണിറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യിക്കണം. കാരണം സർജറീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ ഹാർട്ട് ബീറ്റ് അതുപോലെയുള്ള ബ്ലഡ് പ്രഷർ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് രോഗിക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓപ്പറേഷൻ സമയത്ത്. അപ്പൊ വെന്റിലേറ്റർ എന്തിരിക്കണം, അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജേം ഫ്രീ സർജറിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കള് നമ്മൾ എപ്പോഴും ജേം ഫ്രീ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, സ്റ്റെറൈൽ ചെയ്തിരിക്കണം, അണുവിയുക്തമാക്കിയിരിക്കണം. ഓക്കെ, പിന്നെ ഡയാതർമി മിഷൻ രോഗിക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നു. അതിലൂടെ രോഗിയുടെ ബ്ലഡ് സർക്കുലേഷനും മസിലും ജോയിന്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നു, റിലാക്സ് ആവുന്നു. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ഹാർട്ട് ലങ് ഉപകരണങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാം. അതുപോലെ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് അതിന്റെ താപനില എന്ന് പറയുന്നത് കോൾഡ് ആയിരിക്കണം. ഇത് ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് സഹായിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാട്ടോ, പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഞാൻ 2 ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻസ്, അത് ഇത് കഴിഞ്ഞിട്ട് ചെയ്യിപ്പിക്കാം കേട്ടോ, പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യിപ്പിക്കാം. ഹേർട്ട് ലങ് മെഷീൻ എന്തായിരുന്നു? എന്താ ഹേർട്ട് ലങ് മെഷീൻ? ഹേർട്ട് ലങ് മെഷീൻ എന്ന് പറഞ്ഞാൽ മോളെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഷീൻസ് ഉണ്ടല്ലോ, അത് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുപോകാം ഓപ്പറേഷൻ തിയേറ്ററിൽ. ഇന്നതാണെന്ന് പറയുന്നില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു മെഷീൻ, ഇപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോ പലതരത്തിലുള്ള സർജറീസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആവശ്യമെങ്കിൽ കൊണ്ടുപോകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, next, zoning the operation theatre. The OT suite is a potential source of hospital infection in general and wound infection in particular. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. അതായത് ഇവിടെ പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ പൊതുവെ അണുബാധയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്.
അതായത് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ OT സ്യൂട്ട്, അതായത് OT സ്യൂട്ട് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ തന്നെ പല സോണുകളെയാണ് ഉദ്ദേശിക്കുന്നത്. താഴെ നമ്മൾക്ക് ഒരു ടേബിളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, കണ്ടോ നിങ്ങൾ ടേബിള് കണ്ടോ? ഇതിനെയാണ് OT സ്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ താഴേക്ക് പഠിക്കും. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, അണുബാധ നമ്മൾ നിയന്ത്രിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ അണുബാധ നിയന്ത്രിക്കുന്നതിനുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ വിഭാവനം ചെയ്യേണ്ടത്, മീൻസ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നല്ല രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ നടത്തിപ്പിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ജനറൽ പ്രിൻസിപ്പിൾസിലേക്ക് വരാം. Clean from dirty traffic flow within the OT suite should be kept apart as best as possible. Spaces in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanliness from entrance of OT suite to the operating room. Okay, അതായത് നമ്മള് ഓപ്പറേഷൻ തിയേറ്ററില് നമ്മൾ ഏതൊരു ഭാഗത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയാല്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ആ ഒരു സ്ഥലത്ത് നിന്നും നമ്മള് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ എൻട്രൻസ് മുതൽ ഓപ്പറേഷൻ തിയേറ്റർ വരെ നമ്മൾ പോകുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, ക്ലീൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സന്ദർശകര് വളരെ കുറവായിരിക്കുള്ളൂ, എന്നാലും എന്താണ്, ഇപ്പൊ സ്റ്റാഫുകൾ ഉണ്ടാകാം, മേജർ ആയിട്ടുള്ള സർജൻസ് ഉണ്ടാകാം, അങ്ങനെയുള്ള ആളുകളൊക്കെ പോകുന്ന വഴിയാണ്. പിന്നെ അത്യാവശ്യം രോഗിയുടെ റിലേറ്റീവ്സ് എന്തുണ്ടാവും, ആ ഒരു ഏരിയയിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ എന്ത് ചെയ്തിരിക്കണം, തുടരെ നമ്മള് ക്ലീൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളതാണ്, ഹോസ്പിറ്റലുകളിൽ അപ്പം എന്ത് ചെയ്യും അല്ലെ, ഓരോ 10 മിനിറ്റ് കൂടുമ്പോ എന്ത് ചെയ്യും, തുടച്ചുകൊണ്ടിരിക്കും അല്ലെ, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണിത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏരിയ എന്ന് പറയുന്നത്. അവിടെ നമ്മള് ആ സ്പേസിലൊക്കെ എന്ത് ചെയ്യണം, ആ ഏരിയ മൊത്തം എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസ് വരെ എന്ത് ചെയ്തിരിക്കണം, നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ്, സ്റ്റാഫ് who are working in the OT departments should be able to move from one clean area to the other without having to pass through unprotected areas. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്, ഇവിടെ ജോലി ചെയ്യുന്നവര് എന്ത് ചെയ്യാൻ പാടില്ല, ആ സ്ഥലത്ത് നിന്ന്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവര് അതായത് വൃത്തിയില്ലാത്ത സ്ഥലത്തേക്ക്, അതായത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പോകാനായിട്ട് പാടില്ല. കാരണം എന്താ, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ത് പകരും, നമുക്ക് ബാക്ടീരിയാസ് സ്പ്രെഡ് ആവും അല്ലെ നമ്മുടെ ബോഡിയിലേക്ക്. അങ്ങോട്ട് പോകാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നമ്മള് നമ്മുടെ ബോഡി എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം അല്ലെ, സ്ക്രബ് ചെയ്യണം, അതുപോലെ തന്നെ ഡ്രസ്സ് മാറ്റണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്ന ആളുകള് അവിടെ തന്നെ എന്ത് ചെയ്യുക, നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നീറ്റ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ അത്, അവിടെ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. മറ്റ് എന്താ പറയാ, അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് നമ്മൾ പോകാനായിട്ട് പാടുള്ളതല്ല. Next, soiled materials and waste have to be eliminated from the operating rooms without the passing through clean areas. അതുപോലെ തന്നെ മലിനമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ, സോയിൽഡ് ആയിട്ടുള്ള വേസ്റ്റുകളും കാര്യങ്ങളും, ഇപ്പൊ രോഗിയുടെ തന്നെ പല കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, അതായത് രോഗി ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഓപ്പറേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ്, പിന്നെ അവരെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന തുണികള്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഡോക്ടേഴ്സും സ്റ്റാഫുകളൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലൗസുകളും കാര്യങ്ങളും, ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം, നമ്മള് ക്ലീൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് ആ വേസ്റ്റ് അല്ലെ, ആ ഒരു പ്രത്യേകം പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റൂം ഉണ്ട് അല്ലെ, നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള, അവിടെ കൊണ്ട് എന്ത് ചെയ്തിരിക്കണം, നമ്മള് നിർബന്ധമായും കളഞ്ഞിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് കൃത്യസമയത്ത് ക്ലീൻ ഏരിയാസിൽ നിന്നൊക്കെ എന്ത് ചെയ്തിരിക്കണം, ഈ വേസ്റ്റ് ഐറ്റംസിന് എന്ത് ചെയ്തിരിക്കണം, നമ്മള് മാറ്റിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്,
OT ventilation should be free of the air movement of the rest of the hospital. സോയിൽഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് രോഗി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. രോഗി മാത്രം, പേഷ്യൻസ് മാത്രമല്ല, ഇപ്പൊ ഡോക്ടേഴ്സും അതുപോലെ തന്നെ കൂടുതലായിട്ടും പറയുന്നത് പേഷ്യൻസിന്റെ തന്നെയാണ്. അവരുടെ ആ ഒരു ഇപ്പൊ കുറെ ഇതൊക്കെ വരുമല്ലോ, ബ്ലഡ്, അതായത് ഒരു ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താണ് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ, ബ്ലഡ് ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കിട്ടില്ലേ, അതൊക്കെ എന്ത് ചെയ്യണം, ആ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഡിസ്പോസ് ചെയ്തിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാവരും പെടും അതിനകത്ത്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ എന്താണ് വേസ്റ്റ് വരുന്നത്, ഇപ്പോ ഡോക്ടർമാർ ഉപയോഗിക്കുന്നതാവാം, നഴ്സുമാർ ഉപയോഗിക്കുന്നതാവാം, അവരൊക്കെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താവും, ആ ഒരു പ്രൊസീജിയർ കഴിയുമ്പോൾ എന്താവും, വേസ്റ്റ് ആവും അല്ലെ. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ എന്ത് പകരും, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ചും ഓപ്പറേഷൻ തിയേറ്ററിൽ. അതൊക്കെ അതാത് സമയത്ത് എന്ത് ചെയ്യണം, നമ്മള് റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, OT ventilation should be free of air environment of the rest of the hospital. Hence, the direction of airflow within the OT suite should be from cleaner to less clean areas. അതുപോലെ തന്നെ OT ventilation, അതായത് നല്ല എയർ ഫ്രഷ് ഉണ്ടാകണം. ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് നന്നായിട്ട് എന്ത് വേണം, വായു കടന്നിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എയർ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം പ്രോപ്പർ ആയിട്ട്. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് ഉണ്ടായിരിക്കണം. അത് എപ്പോഴും പറയുന്നതാണ്, ക്ലീൻ ആയിട്ടുള്ള റൂം ആയിരിക്കണം, വെന്റിലേഷൻ പ്രോപ്പർ ആയിരിക്കണം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും 4 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ജനറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ജേം ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ ചെയ്യുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്നത്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീനറീസിനായാലും എന്താണ് സ്റ്റെറൈൽ ആയിരിക്കണം, അണുവിമുക്തമായിരിക്കണം എല്ലാ ഫാക്ടേഴ്സും ഉള്ളത്. ക്ലിയർ ആയോ? Okay. Therefore, the full OT suite is designed on the concept of 4 zones. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററെ 4 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ബാക്ടീരിയാസും മറ്റൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് കുറയുന്നതിന് വേണ്ടിയിട്ട്, ആ സ്പ്രെഡിങ് കുറയുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ 4 സോണുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്താ പറയാ, പർട്ടിക്കുലർ ആയിട്ട് ഓരോ കാര്യങ്ങളെ ഡിവൈഡ് ചെയ്താൽ തന്നെ എന്താണ്, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കും അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് OT സ്യൂട്ട് 4 സോണുകളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊട്ടക്റ്റീവ് സോൺ ആണ്. സെക്കൻഡ് വൺ ഈസ് ക്ലീൻ സോൺ. തേർഡ് വൺ ഈസ് സ്റ്റെറൈൽ സോൺ. ഫോർത്ത് വൺ ഈസ് ഡിസ്പോസൽ സോൺ. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണാണ്. ഓപ്പറേഷൻ തിയേറ്ററിനെ, OT സ്യൂട്ടിനെ 4 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക്. റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ് ആദ്യം തന്നെ റിസപ്ഷൻ. നമുക്ക് ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള റിസപ്ഷൻ ചിലപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ഒരു എന്താ പറയാ, ഒരു നമുക്ക് ഇൻഫോർമേഷൻ തരുന്ന ഒരാൾ അവിടെ ഉണ്ടാകും. ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോഴും മറ്റും നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് അവിടെ എൻട്രി ചെയ്യണമെങ്കിൽ ഇവരുടെ അനുവാദം വേണ്ടി വരും. റിസപ്ഷൻ ഏരിയയിൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ റിസപ്ഷൻ ഏരിയ ഉണ്ടാകും. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. അപ്പൊ അകത്ത് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് കിടക്കുകയാണെങ്കിൽ പുറത്ത് അവരുടെ 1-2 റിലേറ്റീവ്സ്, ബന്ധുക്കൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കാത്തു നിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടാകും. ഓക്കെ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. അപ്പൊ പ്രൊട്ടക്റ്റീവ് സോണിൽ ആദ്യം വരുന്നതാണ് റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. രണ്ടാമത്തത് ചേഞ്ചിങ് റൂമാണ്. ഓക്കെ, ചേഞ്ചിങ് റൂമാണ്. അതായത് ഇപ്പോ ഡ്രസ്സുകളൊക്കെ മാറ്റണമെങ്കിൽ, ഇപ്പൊ രോഗിയുടെ ഡ്രസ്സും ചേഞ്ച് ചെയ്യണമെങ്കിലോ ഡോക്ടർമാരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലോ സെപ്പറേറ്റ് റൂംസ് ഉണ്ടാവും. പേഷ്യൻസിന് വേറെ ആയിരിക്കും, ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ നഴ്സിനും ഒക്കെ വേറെ ആയിരിക്കും എന്തുണ്ടാവുക, റൂംസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ചേഞ്ചിങ് റൂം ഉണ്ടാകും. അത് പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്.
മൂന്നാമത്തത് പ്രീ അനസ്തേഷ്യ. നമ്മൾ രോഗിയെ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് എവിടെ കൊണ്ടൊക്കെ കിടത്തും? പ്രീ അനസ്തേഷ്യ റൂം എന്ന് പറയുന്നൊരു റൂമുണ്ട്, അവിടെയാണ് കിടത്തുക. ഓക്കെ, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് നാം എന്ത് ചെയ്തിരിക്കണം? കുറച്ചു നേരം രോഗിയെ നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം എന്തുണ്ട്? റൂമുണ്ട്, അതാണ് പ്രീ അനസ്തേഷ്യ. ഓക്കെ, അടുത്തത് സ്റ്റോർസ് റെക്കോർഡ്സ്, അതായത് പേഷ്യൻസിന്റെ ഫയലുകളും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ റെക്കോർഡ് റൂം ഉണ്ട്, ഒരു സ്റ്റോർ റൂം ഉണ്ട്. അവരുടെ എന്താ പറയാ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ, അതുപോലെ തന്നെ സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള റെക്കോർഡുകള് സൂക്ഷിച്ചിരിക്കുന്ന റൂമാണിത് സ്റ്റോർസ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. Next is autoclave TSSU. Autoclave TSSU എന്ന് പറഞ്ഞാല് TSSUന്റെ ഫുൾ ഫോം എന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആണ് TSSU. എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? TSSU അറിയാമോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞു. ഇത് നമുക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്? ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റെറൈൽ ചെയ്യാനുള്ള സപ്ലൈ യൂണിറ്റ്, അതായത് കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്ന യൂണിറ്റ് ആയിരിക്കുമോ? ആ അതെ അതെ അതെ. തിയേറ്റർ സപ്ലൈ യൂണിറ്റിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരാം, ചില കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. തിയേറ്ററിന്റെ അറിയാലോ, തിയേറ്ററിന്റെ സ്പെല്ലിംഗ് THEATRE, തിയേറ്റർ. സ്റ്റെറൈൽ STERILE, സ്റ്റെറൈൽ. പിന്നെ സപ്ലൈ യൂണിറ്റ്, ഓക്കെ, SUPPLYUNIT, സപ്ലൈ യൂണിറ്റ്, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താ പറയാ, തിയേറ്ററിന് ഓപ്പറേഷൻ തിയേറ്ററിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് ആണിത് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, സിസേഴ്സ് നൈഫ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റെറൈൽ ചെയ്തിരിക്കണം അല്ലെ. അത് മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്തിരിക്കണം? നമ്മള് അണുവിമുക്തമാക്കിയിരിക്കണം. അപ്പോ നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വലിയൊരു റൂം ഉണ്ടാവും. വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വലിയ റൂം ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇവിടെ ഓരോ കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഒരു സ്റ്റെറൈൽ ചെയ്യും, അണുവിമുക്തമാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതായത് കബോർഡുകളിൽ എന്ത് ചെയ്യും? സൂക്ഷിച്ച് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് ആവശ്യത്തിനനുസരിച്ച് എന്താ സപ്ലൈ ചെയ്യുന്നത്? എങ്ങോട്ട്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അതായത് സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റിന് എന്താ പറയുന്ന അണുവിമുക്തമാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റെറൈൽ യൂണിറ്റിലേക്ക് എന്ത് ചെയ്താൽ മതി? അത് കൊടുത്താൽ മതി. അവിടെയുള്ള സ്റ്റാഫുകളും മറ്റും ഇവിടെ വർക്കിംഗ് ആണ് അതിനുള്ള. അവരെന്ത് ചെയ്യും? ഇത് നന്നായിട്ട് എന്ത് ചെയ്യും? ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് കൊടുക്കും. അപ്പൊ ഇതാണ് എന്ത് TSSU എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഏത് സോണിലാ വരുന്നത്? TSSU എന്ന് പറയുന്നത് ഏത് സോണാ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്. ഓക്കെ, ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. TSSUന്റെ നോട്ട് വേണോ നിങ്ങൾക്ക്? യെസ് മാം. ഇറ്റ് ഈസ് എ യൂണിറ്റ് എഴുതിക്കോളൂ കേട്ടോ. അത് ആവശ്യമാണ് നിങ്ങൾക്ക്, വേറെ ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. ഇറ്റ് ഈസ് എ യൂണിറ്റ് that provides sterile items to
operation theaters. Operation theaters. It is a unit that provides sterile items to operation theaters. Okay, sterile items എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. Okay. Next is trolley bay. എന്താണ് ട്രോളി ബേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ട്രോളി ബേ? മാം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാനുള്ളതും വരാനുള്ളതും ആയിട്ടുള്ള വഴി, അതായത് സ്ട്രക്ചറും അതുപോലെ തന്നെ വീൽചെയറും കാര്യങ്ങളൊക്കെ പോവാനും വരാനുള്ള ബേ ആണോ, വഴിയാണോ? അതാണോ വഴിയാണോ ട്രോളി ബേ? ഓപ്പറേഷൻ തിയേറ്റർ എടുത്തി കൊണ്ടുപോകുന്ന ഒരു ബെഞ്ച് പോലത്തെ സംഭവമാണ്. നമ്മള് തള്ളിക്കൊണ്ട് പോകും അല്ലേ? എന്താ അതിനകത്ത് ഉണ്ടാവുക? അതില് മെഡിക്കൽ ഐറ്റംസ് ആണ് അല്ലെ? മെഡിക്കൽ ഐറ്റംസ് ആണ് ഉണ്ടാവുക. അതായത് മെഡിസിനും കാര്യങ്ങളൊക്കെയാണ് എന്ത് ഉണ്ടാവുക, കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതെന്താണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? എന്തിനു വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ട്രോളി ബേ? അതായത് അറൌണ്ട് ദ ഹോസ്പിറ്റലിൽ മൊത്തം എന്ത് ചെയ്യാം, ഇത് കൊണ്ടു നടക്കുക അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തമായിട്ട് എന്ത് ചെയ്യാം, ടോട്ടൽ ആയിട്ട് ആ ഹോസ്പിറ്റൽ മൊത്തം കൊണ്ട് നടക്കാം. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആളുകളിൽ, അതായത് പേഷ്യൻസിനാണെങ്കിലും അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സിനായാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെഡിക്കൽ ഐറ്റംസ് ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ട്രോളി ബേ ഉപയോഗിക്കുന്നത് കേട്ടോ. സ്റ്റോർ ചെയ്യാനും പറ്റും, അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. ആ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ ആവശ്യത്തിനനുസരിച്ച് സപ്ലൈ ചെയ്യാനും പറ്റും. എന്തില്? ട്രോളി ബേയിൽ. ക്ലിയർ ആയോ? സപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രൊട്ടക്റ്റീവ് സോണിലാണ് എന്ത് വരുന്നത്, ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏരിയയുടെ മൊത്തം ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്ന റൂമുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്കറിയാം ആ ഒരു നമ്മുടെ കറന്റിന്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ലേ നമ്മുടെ വീട്ടില്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഇലക്ട്രിസിറ്റിയുമായിട്ട് കാര്യങ്ങള് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഇലക്ട്രിസിറ്റി വരിക. ഓക്കെ, കറന്റും മറ്റും കാര്യങ്ങൾ, സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തില് വരുന്നത്, പ്രൊട്ടക്റ്റീവ് സോണില് വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം അല്ലെ. പ്രൊട്ടക്റ്റീവ് സോണിൽ ഇതിനകത്തുനിന്ന് മസ്റ്റ് ആയിട്ട് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങള് പഠിച്ചു വെച്ചേ മതിയാകും കേട്ടോ. അപ്പൊ പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത് റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. അതുപോലെ തന്നെ ചേഞ്ചിങ് റൂം വരുന്നുണ്ട്. ചേഞ്ചിങ് റൂം വരുന്നുണ്ട്, പ്രീ അനസ്തേഷ്യ, അതുപോലെ തന്നെ സ്റ്റോക്സ് റെക്കോർഡ്സ്, TSSU, ട്രോളി ബേ, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോൺ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഈസ് ക്ലീൻ സോൺ ആണ് കേട്ടോ. ക്ലീൻ സോൺ. ക്ലീൻ സോണിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രീ ഓപ്പറേറ്റിംഗ് റൂം ആണ്. എന്താണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്താണ്? ഓപ്പറേഷന് മുമ്പായിട്ട് ഉള്ള കിടത്തുന്ന റൂം, സർജറിക്ക് മുന്നേ ഒബ്സർവേഷന് കിടത്തുന്ന റൂം. അതെ അതെ അതെ, നമ്മള് സർജറിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യും, ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മള് രോഗി എന്ത് ചെയ്യും, ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ ഓപ്പറേറ്റിംഗ് റൂമിലാണ് കൊണ്ടുചെന്ന് കിടത്തുക. ഓക്കെ, നമുക്ക് ഭയങ്കര പേടിയായിരിക്കും അല്ലെ അവിടെ കിടക്കുമ്പോ. കാരണം ആ ഒരു ഇതില് അവിടുത്തെ ഒരു എന്താ പറയാ, അവിടെയുള്ള ഒരു നഴ്സ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് കൂടുതലും. നമുക്ക് ഭയങ്കരമായിട്ടൊരു ഏകാന്തതയൊക്കെ അനുഭവപ്പെടുന്ന ഒരു ഭയങ്കരമായിട്ട് പേടിയാകുന്ന ഒരു അവസ്ഥയാണ് ഒരു പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. കാരണം എന്താ, സർജറിക്ക് തൊട്ട് മുമ്പാണ് അല്ലെ. അപ്പൊ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഭയവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണത്. അപ്പൊ ഈ ഒരു റൂമിലായിരിക്കും നമ്മളെ ആദ്യം ചെന്ന് കൊണ്ടൊക്കെ കിടത്തുക. ഓക്കെ, നെക്സ്റ്റ് റിക്കവറി റൂം. ഓക്കെ, റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, നേരെ വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യില്ല.
നമ്മൾ എന്ത് ചെയ്യും, കുറച്ചു നേരം ഒബ്സർവേഷന് വേണ്ടിയിട്ട് റിക്കവർ ചെയ്യും. അതായത് ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം നമ്മളെ റിക്കവറി റൂമിലായിരിക്കും കിടത്തുക. അവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഇത് പറയുന്നുണ്ട്. ഓപ്പറേഷന് മുമ്പ് നമ്മളെ കിടത്തുന്നത് പ്രീ ഓപ്പറേറ്റീവ് റൂമിലാണ്, ഓപ്പറേഷന് ശേഷം നമ്മളെ കുറച്ചു നേരം കിടത്തുന്നത് റിക്കവറി റൂമിലാണ്. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് പ്ലാസ്റ്റർ റൂം. ഓക്കെ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞാൽ എന്താ? നീനു ബൈജു എന്ന് പറയുന്ന ആള് പറഞ്ഞു. എന്താ മോളെ പ്ലാസ്റ്റർ റൂം? നീനു അതുപോലെ സർജറി കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നതാണോ? അതായത് ഇപ്പൊ വിട്ട് എന്താ പറയാ, സർജറി കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, മുറിവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ഭാഗമൊക്കെ നമ്മൾക്ക് പൊതിഞ്ഞൊക്കെ വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബാൻഡേജും കാര്യങ്ങളൊക്കെ നമ്മളുടെ ബോഡിയിൽ ചെയ്യും. ഇപ്പൊ കൈ, കാല് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, കൂടുതലായിട്ട് എന്ത് ചെയ്യും, ആ ഭാഗം ഒന്ന് കവർ ചെയ്യും അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, പ്രത്യേകം പ്ലാസ്റ്റർ റൂമുകൾ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാഫ് റൂം. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഇരിക്കുന്ന റൂമുകളാണെന്ത്, സ്റ്റാഫ് റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റാഫ് റൂം. നെക്സ്റ്റ് അസ്തെറ്റിക് സ്റ്റോർ റൂം. എന്താണെന്ന് അറിയാം ഈ അസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറഞ്ഞാല്? അണുവിമുക്തമാക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന റൂമാ. ഏത് സാധനങ്ങളും ഫാത്തിമ? എന്താണത്? എന്താ പറഞ്ഞോളൂ. ശരിയാണ്, പറഞ്ഞു വന്നത് ശരിയാണ്, പറഞ്ഞോ. അണുക്കൾ ഇല്ലാണ്ടാക്കുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന റൂം. ആ അതെ അതെ അതെ, അണുക്കള് ഇല്ലാതിരിക്കുന്ന സാധനങ്ങള് സ്റ്റോർ ചെയ്യുന്നതാണ് അസ്തെറ്റിക് സ്റ്റോർ റൂം. അത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഡോക്ടർമാരുടെ, നഴ്സുമാരുടെ ഒക്കെ അവരൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ പ്രത്യേകം ഇരിക്കും അല്ലെ. ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നഴ്സുമാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നഴ്സുമാർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. പ്രത്യേകം എന്താണ്, വിഭാഗങ്ങളായിട്ട് തിരിച്ച് എന്താണ് അവർ ഉപയോഗിക്കുന്ന ഗ്ലൗസുകള്, ക്യാപ്സുകള്, അതുപോലെ ഐഷീൽഡുകള്, പിന്നെ എല്ലാ കാര്യങ്ങളും സാനിറ്റൈസർ വരെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റൂമിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഡോക്ടർമാര്, നഴ്സുമാര് അവരൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങള് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റൂമാണത് അസ്തെറ്റിക് സ്റ്റോർ റൂം. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. ഇതിനകത്ത് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതായത് ആ ഒരു ചിലപ്പോ എന്താണ്, ചിലപ്പോ പേഷ്യൻസ് ചിലപ്പോ എക്സ്റേ എടുക്കേണ്ട ആവശ്യമൊക്കെ വന്നേക്കാം. ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ആയിട്ട് എക്സ്റേ എടുക്കണമെങ്കിൽ എന്താണ്, അതിനുള്ള യൂണിറ്റ് എവിടെയുണ്ട്, ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏരിയയിലായിട്ടുണ്ട്. അത് ഏത് സോണിലാണെന്ന് വെച്ചാല് ക്ലീൻ സോണിലാണ് എക്സ്റേ യൂണിറ്റ് വരിക കേട്ടോ. ഡാർക്ക് റൂം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എക്സ്റേ യൂണിറ്റിന് തന്നെയാണ്. ഇരുട്ടടിച്ച മുറി പോലെയല്ല എക്സ്റേ റൂം ഇരിക്കുക. അപ്പോ അതും എന്തിലാ വരുന്നത്, ക്ലീൻ സോണിലാണ് വരുന്നത് കേട്ടോ. അപ്പോ പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരുന്നത് ക്ലീൻ സോണിലാണ്, റിക്കവറി റൂം വരുന്നത് ക്ലീൻ സോണിലാണ്, പ്ലാസ്റ്റർ റൂം വരുന്നത് ക്ലീൻ സോണിലാണ്, സ്റ്റാഫ് റൂം, അതുപോലെ തന്നെ ആസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ് റൂം, ഓട്ടോ പ്രോസസർ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ എന്ന് പറഞ്ഞാല് ഓപ്പറേറ്റിംഗ് റൂം എന്തിന്റെ ഇതിലാ വരുന്നത്, സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓപ്പറേഷൻ റൂം വരുന്നത് എന്തിന്റെ അണ്ടറിലാണ്, അത് സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് വരുന്നത്, ഓപ്പറേഷൻ റൂം. ഓക്കെ, നെക്സ്റ്റ് സ്ക്രബ് റൂം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മള് വാഷ് ചെയ്യേണ്ട രീതികളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്യുന്നത് ഏത് റൂമിലാണ്, സ്ക്രബ് റൂമിലാണ് ചെയ്യുന്നത് കേട്ടോ. വാഷിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൈ കഴുകുന്നത് ഏത് റൂമിൽ പോയിട്ടാണ്, അത് സ്ക്രബ് റൂമില് പോയിട്ടാണ്. നെക്സ്റ്റ് അനസ്തേഷ്യ ഇൻജെക്ഷൻ റൂം. അനസ്തേഷ്യ ഇൻജെക്ഷൻ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഓക്കെ,
നമ്മൾ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അപ്പൊ തന്നെ എന്താണ്, കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടല്ലോ ഓപ്പറേഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം ഉണ്ട്. അവിടെ നമ്മള് രോഗി എന്ത് ചെയ്യാണ്, കൊണ്ടു ചെന്നിരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ടാണ് ഒരു ഇത്തിരി നേരം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മള് ഓപ്പറേഷൻ നമ്മള് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, അണുവിമുക്തമാക്കുകയാണ്. സിസേഴ്സ്, നൈഫ് പോലുള്ള കാര്യങ്ങള് എന്ത് ചെയ്യും, നമ്മള് അപ്പൊ തന്നെ സ്റ്റെറൈൽ ചെയ്യും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളതാണ് എന്ത്, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അത് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്, സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിന്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. അതായത് നമ്മുടെ ഈ ട്രോളികളും മറ്റും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ട്രോളി ബേ എന്തിനു വേണ്ടിയിട്ടാ, മെഡിസിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ്, അതാത് സ്ഥലത്ത് നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ട്രോളികളും കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഡിസ്പോസൽ സോൺ ആണ്. ഡിസ്പോസൽ സോണിൽ വരുന്നത് ഡേർട്ടി വാഷപ്പ് ആണ്. ഡേർട്ടി വാഷപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ രോഗിയുടേതായിട്ടുള്ള ക്ലിനിക്കൽ ആൻഡ് അതർ വേസ്റ്റ്, അതായത് ഓപ്പറേഷന് ശേഷം രോഗിക്ക് ഉണ്ടാവുന്ന വേസ്റ്റുകളും കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മള് ഡിസ്പോസ് ചെയ്യണം അല്ലെ. അത് ഏത് ഏരിയയിലാണ് വരുന്നത്, അത് ഡിസ്പോസൽ സോണിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിസ്പോസൽ കോറിഡോർ. ഓക്കെ, അതായത് നമ്മള് ഈ വേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എന്താണ്, ഒരിടത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. ഒരു ആശുപത്രിയുടെ ഒരു കോർണറിലായിരിക്കും കൊണ്ടുചെന്ന് വെക്കുക, ഒരു കോർണർ. അതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്പോസൽ കോറിഡോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറയുന്നത് രോഗിയുടേതായിട്ടുള്ള എല്ലാ വേസ്റ്റ് ഐറ്റംസ് എന്തുവാണ്, നമ്മള് ഡിസ്പോസ് ചെയ്യാണ്, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ റൂമില്. ഇതെന്ന് പറഞ്ഞാല് ഇങ്ങനെ അധികമായിട്ട് വരുന്ന വേസ്റ്റുകളും കാര്യങ്ങളും എന്ത് ചെയ്ത് വെക്കുന്നു, നമ്മൊരു കോർണറിൽ കൊണ്ടുചെന്നാണ് വെക്കുന്നത്. അവിടെ നിന്നാണ് പിന്നെ പുറത്തു നിന്നുള്ളവർ വന്ന് എന്ത് ചെയ്യുന്നത്, ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഡിസ്പോസൽ കോറിഡോർ എന്ന് പറഞ്ഞാൽ കോർണറാണ്. ഇവിടെ എന്ത് ചെയ്യും, നമ്മളിത് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതൊക്കെ ഒരു സെൻട്രൽ പോർഷനായിട്ട് നമ്മൾ കൊണ്ടുവെക്കും എല്ലാ ദിവസവും. അതിനെയാണ് ഡിസ്പോസൽ കോറിഡോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജാനിറ്റർ ക്ലോസറ്റ്. ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ക്ലോസറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ത് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുകളിലുണ്ട്, അതായത് എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ എന്തുണ്ട് ഈ ഒരു ജാനിറ്റർ ക്ലോസറ്റിലുണ്ട്. സൗകര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വാട്ടർ ഹീറ്റർ ഉണ്ടാകാം, 2 or 3. അതുപോലെ തന്നെ സാനിറ്റൈസേഴ്സ് ഉണ്ടാകാം, അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഡിസിൻഫെക്ടർ ഉണ്ടാകാം. അങ്ങനെ എല്ലാത്തരം ഉപകരണങ്ങൾ ആ ക്ലോസറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതൊക്കെ എവിടെ ഉണ്ടാവും, ഈ ഒരു ജാനിറ്റർ ക്ലോസറ്റില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് ഈ ഒരു ടേബിളിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ആയി? യെസ് മാം, ക്ലിയർ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇത് പ്രധാനമായിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരിക എന്താണ്, 2 ക്വസ്റ്റ്യൻസ് എഴുതിക്കോ കേട്ടോ. വേഗം പിടിച്ച 2. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള മോഡലായിരിക്കും ഇതിലെ ക്വസ്റ്റ്യൻസ് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് does not come under the area of clean soil? Which of the following does not come under the area of clean zone?
ഓക്കെ, ഓപ്ഷൻ പറയട്ടെ. യെസ് മാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ പ്രീ ഓപ്പറേറ്റിംഗ് റൂം. ഫസ്റ്റ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം. സെക്കൻഡ് റിക്കവറി റൂം. റിക്കവറി റൂം. തേർഡ് പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം. ഒന്നും കൂടി പറയാം. എ പ്രീ ഓപ്പറേറ്റിംഗ് റൂം. പ്രീ ഓപ്പറേറ്റിംഗ് റൂം. സെക്കൻഡ് റിക്കവറി റൂം. റിക്കവറി റൂം. സി പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം. ഡി സ്ക്രബ് റൂം. സ്ക്രബ് റൂം. ഏതാ വരിക ആൻസർ? സ്ക്രബ് റൂം. ഓക്കെ, സ്ക്രബ് റൂം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഇത് കാണുമ്പോ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പറയാൻ പറ്റും. എന്നാലും ഈ 4 കാര്യങ്ങൾ, 4 സോൺസ് വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമ്മളെ എക്സാമിന് വരിക കേട്ടോ, ഈ ഒരു ടേബിളിൽ നിന്ന്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് is the use of diathermy machine. Diathermy machine. Which of the following is the use of diathermy machine? Okay, option പറയട്ടെ. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഇംപ്രൂവ് കിഡ്നി ഫംഗ്ഷൻ. ഇംപ്രൂവ് കിഡ്നി ഫംഗ്ഷൻ. ബി ഇംപ്രൂവ് ലിവർ ഫംഗ്ഷൻ. ഇംപ്രൂവ് ലിവർ ഫംഗ്ഷൻ. ഓപ്ഷൻ സി ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ. ഇംപ്രൂവ് blood circulation. Option D, none of the above. Option D, none of the above. ഏതാ വരിക? ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് സർക്കുലേഷൻ നമ്മള് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. ഇങ്ങനെയൊക്കെയാണ് എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? പറ്റുന്നുണ്ട്? ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. പഠിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിച്ചു പോവാ. അന്ന് എടുക്കുന്ന കാര്യങ്ങൾ കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ, അപ്പൊ അത് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. കുറച്ചും കൂടി എഴുതാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു മാം. താങ്ക് യു മാം.